പരിക്കേൽപ്പിച്ചിട്ട് പ്രവാചകൻ ഇറങ്ങി വരികയാണ്, പേടിച്ചാറുണ്ട്. ഖദീജ റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊക്കെ അത് വൈറലാണ് ആ പാട്ടൊക്കെ അല്ലെ, സമ്മിലൂനി പുതപ്പിട്ട് മൂടൂ ഖദീജ. അതാ പ്രവാചകൻ പറഞ്ഞ വാക്കിന്റെ തനി ആവർത്തനമാണ്, മലയാളമാണ്. സമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂട്, എനിക്ക് വിറക്കുന്നുണ്ട്. ഖദീജ ഈ പുതപ്പിട്ട് മൂടിയിട്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളെ അല്ലാഹു അപമാനിക്കുകയില്ല, കാരണം നിങ്ങൾ യതീമുകൾ കത്താനിയാണ്, കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, മറ്റൊരുത്തന്റെ പ്രശ്നങ്ങളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളെ അല്ലാഹു അപമാനിക്കുകയില്ല, നിങ്ങൾക്ക് അല്ലാഹു ഖൈറേ തരൂ. ആ ഖദീജ ബിയുടെ സ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട ഖദീജമാരെ നിങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഭർത്താവ് ആവശ്യമില്ലാതെ ഒരു മലന്റെ മുകളിൽ മാസങ്ങളോളം പോയിരുന്ന് അവിടുന്ന് വിറച്ച് പേടിച്ച് വന്ന എന്തായിരിക്കും നമ്മൾ പറയാ? ആരെങ്ങോടാണ് പോകാൻ പറഞ്ഞ്? ഇവിടെ പെരേ കുത്തിരുന്നോടേനെ ഒന്ന് ചോദിക്കൂലേ? അപ്പൊ ഖദീജ ബീവിക്ക് പ്രവാചകനെ അങ്ങനെ ആദരിച്ച് ബഹുമാനിച്ച് പറയാനുണ്ടാക്കിയ കാരണം ആരാ? എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ്മാരെ, നിങ്ങളുടെ മുൻകാലത്തുള്ള പ്രവാചകനുമായിട്ടുള്ള ബന്ധവും പരിചരണവുമാണ് എന്ത് ഖദീജ ബീവിനെ അങ്ങനെ പറയിപ്പിച്ചത്. അപ്പൊ നമ്മളുടെ സ്വഭാവവും നമ്മുടെ ബന്ധവും ആ കുടുംബവുമായിട്ട് എങ്ങനെയാണോ അതാണ് ഭാര്യമാരിൽ നിന്നുണ്ടാവുക. അപ്പൊ ഖദീജ ബീവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ മഹത്വമാണത്? പ്രവാചകന്റെ മഹത്വമാണ്. ആ പ്രവാചകന്റെ മഹത്വമാണ് ഈ ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു പ്രവാചകനാകാൻ, പ്രവാചകന്റെ മാതൃകയുള്ള ഭർത്താക്കന്മാരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഹിറാ ഗുഹ എന്താണ് വിശ്വാസികൾക്ക് അവിടുന്ന് പറയാനുള്ളത്, നേടാനുള്ളത്? ഹിറാ ഗുഹയെ കുറിച്ച് ഖുർആൻ ഇറങ്ങിയ സ്ഥലം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഖുർആൻ ഇറങ്ങിയ ദിവസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. തിങ്കളാഴ്ച ദിവസമാണ് ഖുർആൻ ഇറങ്ങിയത്. അന്ന് നിങ്ങൾ സുന്നത്ത് നോമ്പ് നോൽക്കണം. എന്തുകൊണ്ടാണ്? എനിക്ക് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ്. ഖുർആൻ ഇറങ്ങിയ മാസത്തെ കുറിച്ച് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, വലിയ മഹത്വം ഖുർആൻ പറഞ്ഞു തന്നു. ആ മാസത്തിന് തന്നെ മഹത്വമുണ്ട്. റമളാൻ മാസത്തിലെ നോമ്പൊക്കെ അതിന്റെ പേരിലാണ്. ലൈലത്തുൽ ഖദ്ർ അത് ഖുർആൻ ഇറങ്ങിയ ദിവസത്തിന്റെ മഹത്വമായി പരിഗണിച്ചു തന്നു. ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ ഖൽഖാണ്, ഏറ്റവും ഉന്നതമായ സൃഷ്ടിപ്പ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അത്ര മഹത്തരമായ ഒരു സൃഷ്ടിപ്പില്ല. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം. യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം, യാ നൂഹ്, യാ ലൂത്ത്, ഇങ്ങനെ പ്രവാചകന്മാരുടെ പേര് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത്. എവിടെയെങ്കിലും ഖുർആനിൽ നിങ്ങൾ കണ്ടോ യാ മുഹമ്മദ്? ഇല്ല. അല്ലാഹു വല്ലാത്ത ആദരവോടുകൂടിയാണ് പ്രവാചകനെ അഭിസംബോധന ചെയ്തത്. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൽ മുസമ്മിലു. എത്ര ആദരവും ബഹുമാനം വെച്ചിട്ടാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയ പ്രദേശത്തിന് അല്ല പ്രസക്തിയുള്ളത്. ഖുർആൻ ഇറങ്ങിയ ദിവസത്തിന് പ്രസക്തിയുണ്ട്, ഖുർആൻ ഇറങ്ങിയ മാസത്തിന് പ്രസക്തിയുണ്ട്, ഖുർആൻ ഇറങ്ങിയ വ്യക്തിക്ക് പ്രസക്തിയുണ്ട്. പക്ഷെ അവിടെ എവിടെയും ഒരു അധ്യാപനത്തിലും ഖുർആൻ ഇറങ്ങിയ ഹിറാ ഗുഹക്ക് പ്രസക്തി പറഞ്ഞതേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ഇറങ്ങി അത് മനഃപ്പാഠമാക്കുകയും അതിന്റെ പ്രചാരകരായി നടന്നു നീങ്ങുകയും ചെയ്ത പ്രവാചകന്മാരുടെ കാലശേഷമുള്ള അനുയായികൾ ആരും ആ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആ മലയുടെ മുകളിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തതിന് യാതൊരു തെളിവുമില്ല. ഉണ്ടെങ്കിൽ അവരത് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ വരുമ്പോ ഹിറാ ഗുഹ കയറുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമേ അല്ല, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം എന്നുള്ള നിലയ്ക്ക് നമുക്കത് സന്ദർശിക്കാം. പക്ഷെ അവിടത്തേക്ക് കയറി പോകുന്നതോ അവിടെ എന്തെങ്കിലും ചെയ്യുന്നതോ മറ്റൊന്നും തന്നെ ഒരു സുന്നത്തിന്റെ ഗണിക പോലും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രത്യേകിച്ച് ഹറമിന്റെ പരിസരത്ത് ജീവിച്ച് 1 ലക്ഷത്തിന്റെ പ്രതിഫലമുള്ള ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തിയിട്ട് ഹിറാ ഗുഹ കയറി പോകാൻ പാടേയില്ല. ഒരു ചരിത്ര സന്ദർശനം എന്ന നിലയ്ക്ക് നമുക്കാവാം. അപ്പോ ഖുർആൻ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും പറഞ്ഞു തന്നത് അതുപോലെ ഉൾക്കൊള്ളുക. പ്രവാചകൻ എങ്ങനെയാണോ ഓരോന്നിന്റെയും മഹത്വം പറഞ്ഞു തന്നത് അത് അതുപോലെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അള്ളാഹു ഓരോന്നും പരിചയപ്പെടുത്തി തരുന്നത്. അതിനെ ആദരിക്കലും ബഹുമാനിക്കലും ഇബ്രാഹിം മക്കാമാണെങ്കിലും സഫയും മറവയാണെങ്കിലും സംസം ആണെങ്കിലും അറഫയാണെങ്കിലും മിനയാണെങ്കിലും മുസ്ദലിഫയാണെങ്കിലും അതിന്റെയൊക്കെ മഹത്വം എപ്പോഴാണ്, എവിടെയാണ്, ഏത് ദിവസമാണ്, ഏത് സമയത്താണ്, ഏത് വ്യക്തിക്കാണ് എന്ന് കൃത്യമായ ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെയും
ഹിറാ ഗുഹ സന്ദർശിക്കുന്നവര് ഹാജിക്കോ അതല്ലെങ്കിൽ ഹജ്ജാജി അല്ലാത്ത മക്കയിൽ താമസിക്കുന്നവർക്കോ ആർക്കും തന്നെ അങ്ങനെ ഒരു മഹത്വം പറയാത്തത് കൊണ്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു ചരിത്ര പഠനം എന്നുള്ള നിലക്ക് പോകാം, കാണാം, മനസ്സിലാക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. അത് ഒരാൾക്ക് ജായിസാണ്. ചായ, കട്ടൻ ചായ കുടിക്കാം, പാല് പാർന്നത് കുടിക്കാം, പഞ്ചസാര ഇട്ട് കുടിക്കാം, പഞ്ചസാര ഇടാതെ കുടിക്കാം. നമുക്ക് തീരുമാനിക്കല്ലേ, ഒരു പ്രശ്നവുമില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഷുഗർ ഉള്ളവര് പഞ്ചസാര ഇല്ലാതെ കുടിക്കണ്, ഷുഗർ ഇല്ലാത്തവർ ഇഷ്ടം പോലെ പഞ്ചസാര ഇട്ട് കുടിക്കണ്. ആരോഗ്യമുള്ളവര് അവിടെ കയറി പോകാം, കാണാം, മനസ്സിലാക്കി പോരാം. ആരോഗ്യം ഇല്ലാത്തവൻ ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാൻ പാടില്ല, കട്ടൻ ചായ ഓപ്പൺ കുടിച്ചാൽ മതി. ഇതാണ് ഇതിനോടുള്ള നിലപാട് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇറങ്ങിയ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തനുസരിച്ച്, പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച്, അതുപോലെ ഹജ്ജും ഉംറയും അതുപോലെ ചരിത്ര പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.